ചാന്ത് എന്താ പരിപാടി? ഞങ്ങൾ ഇന്നൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവാ. ഓഹോ. ഇന്നലെ അമ്മയ്ക്ക് എവിടുന്ന മാങ്ങയൊക്കെ കിട്ടി. അപ്പൊ ഞങ്ങൾ ആ മാങ്ങ അരിഞ്ഞ് ഇതുപോലെ ഇന്നലെ ഉപ്പിട്ട് ഒരു ദിവസം ഉപ്പിട്ട് വെച്ചു. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് സെറ്റാക്കാൻ പോവാ. ഓക്കെ. നമുക്ക് ഈ ഉപ്പൊക്കെ ഇട്ട് വെച്ച മാങ്ങയിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 4 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ടേ. എരിയില്ലാത്ത മുളക് പൊടി ഇടും. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാമിയയുടെ വുഡ് കോൾ പ്രസ്ഡ് സെസമേ ഓയിലാണ്. ഇത് ഭയങ്കര ഫ്ലേവറും ഉണ്ട്, നാച്ചുറൽ ഓർഗാനിക് പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നോക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുകൊക്കെ ഇടാം. എണ്ണ ചൂടായി. അപ്പോൾ ഞാൻ കടുക് ഇടുക. ഞാനൊരു 2 വറ്റൽമുളക് കട്ട് ചെയ്ത് അത് ഇടുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില. ഇനി ഞാൻ അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ഇങ്ങനെ കഷ്ണിച്ചതിടുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത്. ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് മതി കേട്ടോ, ഒരുപാടിടല്ലേ. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മാങ്ങ അതിടുക. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ദേ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പുളിയൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. പിന്നെ ഇതിൽ നമ്മൾ വിനീഗറൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് വെളിയിൽ വെക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, കുറച്ച് നാളോടെ ഇരിക്കാൻ പറ്റുന്നത്.